ജനുവരി 24 വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ്. എഴുത്തുകാരുടെയും പത്രപ്രവർത്തകരുടെയും ബധിരരുടെയും രക്ഷാധികാരിയാണ് ഇദ്ദേഹം. 1567 ഓഗസ്റ്റ് 21 സാവോയിലെ തോറൻസ് ഗ്ലിയേഴ്സിൽ ജനിച്ച സെയിൻറ്റ് ഫ്രാൻസിസ് ഡി സെയിൽസ് 13 മക്കളിൽ മൂത്തവനായിരുന്നു. ഫ്രാൻസ്വാ ഡി സെയിൽസും ഫ്രാങ്കോയിസ് ഡി സിയാനോസും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. ഒരു കുലീന കുടുംബത്തിൽ വളർന്ന അദ്ദേഹം ക്ലാസിക്കൽ വിദ്യാഭ്യാസം നേടി. പിന്നീട് ഇറ്റലിയിലെ പാദുവായിൽ നിയമം പഠിച്ചു. രാഷ്ട്രീയ ജീവിതം നയിക്കുവാൻ പിതാവിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും ഫ്രാൻസിസ് മതപരമായ പാത തിരഞ്ഞെടുത്തു. 1593 വൈദികനായി അഭിഷിക്തനായ അദ്ദേഹം ആത്മീയതയോടുള്ള സൗമ്യവും അനുകമ്പയും നിറഞ്ഞ സമീപനത്തിന് പേരുകേട്ടവനാണ്. പ്രൊട്ടസ്റ്റന്റ് നവീകരണ കാലത്ത് ഈ പ്രദേശത്തെ ജനങ്ങളെ കത്തോലിക്ക മതത്തിലേക്ക് പുനഃപരിവർത്തനം ചെയ്യുന്നതിനായി ജനീവയിലെ കോഡ്ജൂറ്റർ ബിഷപ്പായി സെയിൻറ്റ് ഫ്രാൻസിസ് ഡി സെയിൽസ് നിയമിതനായി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതി ഭക്തജീവിതത്തിൻ്റെ ആമുഖം ദൈനംദിന ജീവിതത്തിൽ വ്യക്തിപരമായ വിശുദ്ധിയുടെ പ്രാധാന്യം ഊന്നി പറയുന്നു. വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ് 1622 ഡിസംബർ 28 അന്തരിച്ചു. ഒരു വ്യക്തിയുടെ ജീവിതം, സദ്ഗുണങ്ങൾ, രചനകൾ, അവരുടെ മധ്യസ്ഥതയാൽ സംഭവിച്ച ഏതെങ്കിലും അത്ഭുതങ്ങൾ എന്നിവയുടെ പരിശോധനയാണ് കാനോനൈസേഷൻ പ്രക്രിയയിൽ ഉൾപ്പെടുന്നത്. സെയിൻറ്റ് ഫ്രാൻസിസ് ഡി സെയിൽസിൻ്റെ കാര്യത്തിൽ പ്രത്യേക അത്ഭുതങ്ങൾ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാൻ കാരണമായി. തിളച്ചുമറിയുന്ന പാത്രത്തിൽ വീണ ഒരു കുട്ടിയെ സുഖപ്പെടുത്തുന്നത് ശ്രദ്ധേയമായ ഒരു അത്ഭുതത്തിൽ ഉൾപ്പെടുന്നു. കുട്ടിയുടെ മാതാവ് സെയിൻറ്റ് ഫ്രാൻസിസ് ഡി സെയിൽസിൻ്റെ മാധ്യസ്ഥം അഭ്യർത്ഥിച്ചു. ശാശ്വതമായ പരിക്കുകളൊന്നും കൂടാതെ കുട്ടി ആരോഗ്യം വീണ്ടെടുത്തു. വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസിനോട് നടത്തിയ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇതുപോലുള്ള അത്ഭുതങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെ അംഗീകരിക്കുന്നതിൽ പങ്കുവഹിക്കുകയും 1665 അലക്സാണ്ടർ 7 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു.